അറബിക്കടലിൽ അമേരിക്കൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങിയതിനെ തുടർന്ന് ഒരു സൈനികനെ കാണാതായി. അപകടത്തിൽ മറ്റു 3 നാവികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് അമേരിക്കൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് വിന്യസിച്ച MH-60S സീഹോക്ക് ഹെലികോപ്റ്റർ അടിയന്തരമായി അറബിക്കടലിൽ താഴെയിറക്കിയത്. പരിക്കേറ്റ 3 സൈനികരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. കാണാതായ സൈനികനായുള്ള തിരച്ചിൽ നാവികസേനയുടെ 5ാം കപ്പൽ പടയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഊർജിതമാക്കി. ശത്രുക്കളുടെ ആക്രമണം കൊണ്ടല്ല ഹെലികോപ്റ്റർ അടിയന്തരമായി താഴെ ഇറക്കേണ്ടി വന്നതെന്നും അപകട കാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നു വരികയാണെന്നും അമേരിക്ക സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറുകളെയോ മറ്റോ തുടർന്ന് ഹെലികോപ്റ്ററുകൾ വെള്ളത്തിലിറക്കുന്നത് അത്യന്തം അപകടകരമായ ഒന്നാണ്. മുകൾ ഭാഗത്ത് ഭാരക്കൂടുതലുള്ളതിനാൽ വെള്ളത്തിൽ പതിക്കുമ്പോൾ ഇത്തരം ഹെലികോപ്റ്ററുകൾ തലകീഴെ മറിയാനുള്ള സാധ്യത ഏറെയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന അപ്രഖ്യാപിത വെടിനിർത്തലിനിടയിലും മേഖലയിൽ ഇടയ്ക്കിടെ സംഘർഷങ്ങൾ ഉടലെടുക്കാറുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ അമേരിക്ക സൈന്യം അതീവ ജാഗ്രത പുലർത്തുന്നതിനിടെയാണ് പുതിയ അപകടം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.